ആരെയെങ്കിലും അമിതമായിട്ട് ബഹുമാനിക്കുന്നത് മനുഷ്യനിലുണ്ട്. അത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും. മുസ്ലിമീങ്ങൾ അത് അള്ളാഹ്ക്ക് കൊടുക്കും, അല്ലാത്തൊരു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഒരു ദൈവവും ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ചിലർ പെണ്ണിന് കൊടുക്കും, ചിലർ കള്ളിന് കൊടുക്കും, പണത്തിന് കൊടുക്കും, ഫിലിം സ്റ്റാറിന് കൊടുക്കും, എന്തെങ്കിലും പ്ലേസിന് കൊടുക്കും, പലതിനും ആവാം. ആരാധനയുണ്ട് മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള വിഷയം അള്ളാഹുവിൻ്റെത്. ആരാധന ഏറ്റവും അർഹിക്കുന്നത് നിന്നെ പടച്ച രക്ഷിതാവായ അള്ളാഹു ആണ് മോനെ. ഇത് പറഞ്ഞിട്ടാണ് ആ വാങ്കും ഇഖാമത്തും അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി കണ്ണു തുറക്കും. കുറച്ച് കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോഴേക്കും കുഞ്ഞിനെ ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞ് കാണുന്നത് ഉമ്മയുടെ മുഖമാണ്. അത് ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ആ കണ്ണുകൾക്ക് ലഭിക്കുന്ന സുഹൃതമാണത്. മാതാവിനെ കണ്ടുകൊണ്ടാണ് കുഞ്ഞിന്റെ കാഴ്ച ആരംഭിക്കുന്നത്. പിന്നെ മധുരം കൊടുക്കും, തഹ്നീഖ്. തൊണ്ണില് പല്ലുണ്ടാവില്ലല്ലോ, ഗമ്മായിരിക്കും, അവിടെ മധുരം തൊട്ട് കൊടുക്കും. അതൊരു സ്വാലിഹായ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കണം, ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കൊടുക്കണം. അവരുടെ ഉമിനീരിൽ ചാലിച്ച മധുരമാണ് കുഞ്ഞിന് കൊടുക്കൽ സുന്നത്ത്. അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്തു വന്നപ്പോ പൂർണ്ണ ഗർഭിണിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ. മഹദി റളിയല്ലാഹു അൻഹ മദീനയിൽ പ്രസവിച്ച, മദീനയിൽ ഹിജ്റ കഴിഞ്ഞു വന്ന് നടന്ന ആദ്യത്തെ പ്രസവം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസവമാണ്. അസ്മാ ബീവിയാണ് പ്രസവിച്ചത്. അതുകൊണ്ടാണ് മുഹാജിറുകളിലെ ആദ്യത്തെ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുകൊടുത്തു. ആ കുഞ്ഞിന് പേര് വിളിച്ചതും കുഞ്ഞിന് മധുരം നൽകിയതും ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യമായൊരു ഭക്ഷണം കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ ഉമിനീരുമായി കലർന്ന ആ ഒരു ഉമിനീരാണ്, ഈത്തപ്പഴത്തിന്റെ മധുരമാണ്. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മക്കയുടെ അമീറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര് അവസാന കാലം മരിച്ചത് ഭയങ്കര അത്ഭുതമാണ്. ഷഹീദാണ്, കുരിശിലൊക്കെ തറച്ചു മക്കയിൽ. അങ്ങനെ ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അത് നമുക്ക് വഴിയെ പറയാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ് മദീനയിലെ ആദ്യത്തെ കുഞ്ഞ്. അന്ന് ജൂതന്മാർ പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന്. എല്ലാവർക്കും പേടിയെ, ഇനി ആരെങ്കിലും ഗർഭിണിയാണോ ജനിക്കുമ്പോഴേ കുഞ്ഞ് മരിക്കും എന്ന് മദീനയിലാകെ ഒരു റൂമർ. മദീനത്തെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പൊ ജൂതന്മാർ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഒറ്റ കുട്ടിയും ജീവിച്ചിരിക്കൂല, ഒരു കഥ തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് പൂർണ്ണ ആരോഗ്യവാനായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട അനുയായിയുടെ മകനായി സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ജന്മം കൊടുത്ത മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആദ്യ നബി തങ്ങൾ ആ മധുരം കൊടുത്ത്. അതുകൊണ്ടാണ് ഒരു ശ്രേഷ്ഠനായ ഒരു മഹാന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, കുട്ടിക്ക് മധുരം കൊടുക്കുക. പറ്റിയെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടിന്റെ വല്യമാനെ കൊണ്ടോ വല്യപ്പാനെ കൊണ്ടോ ഉപ്പാനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ഒരു കുഞ്ഞിന്റെ ജനനം ആരംഭിക്കുകയാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദതഹാ, നിങ്ങളുടെ ആദ്യത്തെ മദ്രസയാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ആദ്യത്തെ മദ്രസയാണ്. അത് ഉമ്മാര് മനസ്സിലാക്കണം. നമ്മളൊരു പാഠശാലയാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിന് മദ്രസ എന്ന് അറബി പറയാ. മദ്രസക്ക് മദ്രസ എന്ന് പറയും, മദ്രസക്ക് എന്താ പറയാ, സ്കൂളിന് മദ്രസ എന്നല്ലേ പറയാ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം, സ്കൂളിന് മദ്രസ എന്ന് പറയുമോ? ആണ്, സ്കൂളിന് മദ്രസ എന്ന് പറയാ. പാഠശാല എന്ന അതിനർത്ഥം. ദീന്റെ പാഠം പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ മദ്രസ എന്ന് മാത്രം പറയും. അവിടെ സ്കൂൾ എന്ന് പറയില്ല. മദ്രസക്ക് പോവുക രാവിലെ, പാഠശാല എന്ന അതിനർത്ഥം. സ്കൂൾ എന്ന് പറഞ്ഞാലും തന്നെയല്ലേ. ഉമ്മ ആദ്യത്തെ മദ്രസയാണ്. അപ്പൊ ഉമ്മ ഒരു അധ്യാപികയാണ്. അധ്യാപനം എന്നത് ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശങ്ങളും പരിപാലനവും, വൺ ടു വൺ കെയർ. ഒരാൾക്ക് നേരിട്ട് കൊടുക്കുന്ന അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ. ഒരു സ്കൂളിന്റെ, ഒരു മദ്രസയുടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിന്റെ മാക്സിമം കപ്പാസിറ്റി 22 കുട്ടികളെ പറ്റുള്ളൂ എന്നാണ് ഇന്റർനാഷണൽ റൂൾ. അതാണ് 22 കുട്ടികളിൽ കൂടിയ 24 വരെ പോകാം. ആ ഒരു 24 കുട്ടികളെ മാത്രമേ ഒരു അധ്യാപകന് നേരിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂട്ട പഠിപ്പിക്കുക, വേദ പറയണ പോലെ കാരണം കേട്ടോ കേട്ടില്ലേ പഠിച്ചോ ഇല്ലേ ആരറിയും. 60, 70, 200 കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ഉസ്താദ് പഠിപ്പിക്കുന്നു. അതിന് ദർസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് പഠിപ്പിക്കലല്ല, അതൊരു വാഴാണ്, ഒരു ഉത്ബോധനം. കേട്ടു. പഠനം എന്നത് 1 to 1 ആണ്. നിനക്ക് മനസ്സിലായോ? ഇല്ല. അതിന് ഉത്തരം എന്താ? അവൻ പറഞ്ഞ ഉത്തരം ശരിയാണോ? ആ ശരി ഉത്തരത്തിലേക്ക് എന്തെങ്കിലും നിനക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും ബ്രെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന പണിയാണ് ഒരു അധ്യാപകൻ ചെയ്യുക.
ഇനി 22 കുട്ടികളെ കൊണ്ടേ പറ്റുള്ളൂ, കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ഇത്ര കുട്ടികളുടെ മദ്രസയിൽ അതല്ല വിഷയം. ഒരു ക്ലാസ് റൂമിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ. 22 കുട്ടികൾ, അതിനപ്പുറം സ്ഥാനം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു പാഠം തീർത്തേക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, പഠിപ്പിക്കാൻ കഴിയില്ല. ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതാണ് അധ്യാപകന്റെ ജോലി. നേരിട്ട് ഓരോ കുട്ടിയെയും അവരുടെ ഫുറൂഖുൽ ഫർദിയ എന്ന് പറയും, ഡിഫറൻസിയേഷൻ. എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കൂല. ചിലർക്ക് കണ്ടാലേ മനസ്സിലാവൂ, ചിലർക്ക് കാട്ടിക്കൊടുത്താലേ അറിയൂ, ചിലർക്ക് എഴുതി പഠിപ്പിച്ചാലേ പഠിയൂ. പലർക്കും പല തരത്തിൽ ലേണിംഗ് പല തരത്തിലാണ്. മുമ്പ് നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്നൊക്കെ ഒരുപാട്, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേ പാഠം, ബോർഡും എഴുതുന്നു, പകർത്തി എഴുതുന്നു, പറഞ്ഞു തരുന്നു, കഴിഞ്ഞു. ഇന്നങ്ങനെയല്ല. ഇന്ന് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഇത്തരം മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാ കുരങ്ങനും ആനയെയും മുതലയെയും കൊണ്ടുവന്ന് നിർത്തി മത്സരം നടത്തുകയാണ്. ഈ മരത്തുമ്മ കയറണോനെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ മാത്രമേ ജയിക്കുള്ളൂ. ആനക്ക് കയറാൻ പറ്റുമോ? മുതലക്ക് കയറാൻ പറ്റുമോ? ഇതുപോലെയാണ് മനുഷ്യർന്ന. എല്ലാവരും ഒരേ കഴിവല്ല. എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ചോദിച്ചാൽ അവർ ഓറലി മറുപടി പറയും, പക്ഷെ എഴുതാനോലെ കൊണ്ട് കഴിയില്ല. ആ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കി അധ്യാപനം ചെയ്യുന്നിടത്താണ് ടീച്ചർ എന്ന് പറയുന്നത്. അതാണ് അധ്യാപകൻ. ഞാൻ അധ്യാപകനാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ബ്രെയിനുകളോടാണ് സംസാരിക്കുന്നത്, തലച്ചോറിനോടാണ് സംസാരിക്കുന്നത്. കമ്പ്യൂട്ടറിന് മുമ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് നമ്മളൊക്കെ ടൈപ്പ് ചെയ്ത് പോകലേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് റെസ്പോൺസ് വരുന്ന ജീവനുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത്. അധ്യാപനം ഒരു വലിയ ദൗത്യമാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ സെന്റ് ആസ് എ ടീച്ചർ. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാം, ഞാനൊരു അധ്യാപകനായിട്ടാണ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുദരിസ്മാർക്കും ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും ഇതിലേറെ അഭിമാനിക്കാൻ വേറൊന്നും വേണ്ട. ഉമ്മ ഒരു മദ്രസയാണ് എന്ന് പറയുമ്പോ ഉമ്മ ഒരു മുദരിസത്താണ്. ഉമ്മ അധ്യാപനമാണ് ചെയ്യുന്നത്. ഉമ്മ ചെയ്യുന്നത് കുട്ടികൾ കോപ്പിയടിക്കും. Children may have failed to listen to their parents, but they have never ever failed to imitate them. കുട്ടികളെ സംബന്ധിച്ച് പറയുന്ന ഒരു വലിയൊരു ആപ്തവാക്യമാണ്. കുട്ടികൾ ഒരു പക്ഷേ പറഞ്ഞത് കേൾക്കാൻ വിസമ്മതിച്ചേക്കാം. കുട്ടിയോട് പോയി കിടന്നുറങ്ങുന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞേക്കാം, അല്ലേ? പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്ത് കളിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാകാം. നിങ്ങൾ പറഞ്ഞത് മക്കൾ കേട്ടിട്ടില്ലായിരിക്കാം. ചിൽഡ്രൻ മേ ഹാവ് ഫെയിൽഡ് ടു ലിസൺ ടു യു. നിങ്ങൾ പറഞ്ഞതൊരു മുഴുവൻ കേട്ടിട്ടൊന്നുണ്ടാവില്ല, പക്ഷേ they have never ever failed to imitate you. നിങ്ങളെ അനുകരിക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവരൊരിക്കലും പരാജയപ്പെടാറില്ല. കുട്ടികൾ കണ്ടുപിടിക്കും. നിങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യും, നിങ്ങൾ പറയുന്നത് അവർ ചെയ്തില്ല എന്ന് വരും. ശരിയല്ലേ? നമ്മൾ പറയുന്നത് അവർ കേട്ടോണമെന്നില്ല, പക്ഷേ ഉമ്മ ചെയ്യുന്നത് കുട്ടി എപ്പോഴെങ്കിലും, ഉമ്മ നിസ്കരിക്കുമ്പോൾ കുട്ടിയും വന്നിട്ട് റുക്കുവും സുജൂദൊക്കെ ചെയ്യും. കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ല, ഉമ്മ ചെയ്യുന്നത് കണ്ട് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാം, അല്ലേ? അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ മക്കളുമായി ചെലവഴിക്കുന്നവരാണ് ഉമ്മമാരെന്ന നിലയിൽ അവരിൽ അധ്യാപനത്തിന്റെ ഒരു ആസ്പെക്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരു മദ്രസ, അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. അവര് സിനിമ കണ്ടിരുന്നാല് കുട്ടികൾ പോകുന്നു, എന്താ അമ്മ സിനിമ കാണുന്നത്, ഇതൊന്നും അവർ ചോദിക്കൂല. പക്ഷെ അവര് അതാണ് കാണാൻ ശ്രമിക്കുക, അവരതാണ് ഇമിറ്റേറ്റ് ചെയ്യുക. ആ മദ്രസയെ നിങ്ങൾ തയ്യാറ് ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല അടിസ്ഥാനമുള്ള, അടിത്തറയുള്ള, നല്ല സുദൃഢമായ, സുശക്തമായ ഒരു തലമുറയാണ് ആ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉമ്മമാരാണ് ദീൻ ആദ്യം പഠിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്പോ ഇത് പിന്നെ നമ്മുടെ ഒരു രീതിയല്ലേ. ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യുക. അപ്പം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ഒരു നിയ്യത്ത് ചെയ്ത് കൊടുക്കട്ടെ, വെറുതെ ഇട്ട് കൊടുക്കണ്ടേ. ഒരു നിയ്യത്ത്, പക്ഷേ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ, എൻ്റെ മക്കളെ സ്വാലിഹിയാക്കി തരണേ, എന്നെയും എൻ്റെ ഭാര്യയെ നന്നാക്കി തരണേ, പാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ, എന്തെങ്കിലും നിയ്യത്ത് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മൾ പ്രവർത്തകർ വരുന്നുണ്ടേ. നമ്മൾ കൊടുക്കൂലേ? അല്ലേ? പറ്റുന്ന കൊടുത്താൽ മതി, കടമായി കൊടുക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ്. الأم مدرسة إذا أعددتها أعددت جيلا طيب العراق. عائشة رضي الله تعالى عنها വളരെ ചെറുപ്പത്തിൽ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വന്ന ഹബീബിന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ.
പഠനം മുഴുവൻ നടത്തിയത് വിവാഹത്തിന്റെ ശേഷമായിരുന്നു എന്ന് മനസ്സിലാക്കണം. വിവാഹിതയായതിന്റെ ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയത്. റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞങ്ങൾ ആയിഷ ബീവിയോട് ഏതെല്ലാം വിഷയങ്ങളിൽ മസ്അല ചോദിച്ചാലും ഒരു വിഷയത്തെക്കുറിച്ചും ആയിഷ ബീവിക്ക് അറിയാത്തതില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചിരുന്ന മഹദിയാണ്. തിബ്ബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വശംവദയാക്കിയിട്ടുണ്ട്. ആയിഷ ബീവിയോട് ചോദിച്ചു, എവിടെന്നാണ് ബീവി നിങ്ങൾ മെഡിസിൻ പഠിച്ചത് എന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ എന്നൊക്കെ വിളിച്ചേക്കും. ആയിഷ ബീവി ഫിസിഷ്യൻ ആയിരുന്നു. നമ്മളിപ്പോ MBBS പോകണം, പഠിക്കണം, അന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ. മരുന്ന് കൊടുക്കുമായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചു, ബീവി നിങ്ങൾ എവിടെന്നാ ഇത് പഠിച്ചത്? ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പഠിച്ചത് ഒന്ന് ഹബീബിൽ നിന്ന് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ അത്തിബ്ബുൻ നബവി, ദി പ്രൊഫറ്റിക് മെഡിസിൻ, നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന നിബിതങ്ങളുടെ മരുന്നുകളുണ്ട്. പിന്നെ തങ്ങളെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരിൽ നിന്ന് പഠിച്ചത്. ബീവി മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഭയങ്കര ഗമയില്, എൻ്റെ മോൻ ഡോക്ടറാ. ആ കുട്ടിക്ക് അറിയുള്ളൂ എൻ്റെ ഇടങ്ങേറ് എത്രയാണെന്ന്, എത്ര അധ്വാനിച്ചിട്ടുണ്ട്, എത്ര പഠിക്കാനുണ്ടാവും, എത്ര ടെൻഷൻ അടിക്കണം. നമ്മൾ രണ്ട് വാക്കുകൾ, മോൻ ഡോക്ടർ, മോനെ കെട്ടിച്ചതും ഡോക്ടർ അടുത്ത് തന്നെയാണ്. രണ്ടാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, കഴിഞ്ഞു. ഒരു മിനിറ്റ് എടുത്തിട്ടില്ല പറയാൻ ഇതിന്റെ പിന്നിലെടുത്ത അധ്വാനം എത്രയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി പഠിക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും നന്മയും എളിമയും സേവന സന്നദ്ധതയും ഒക്കെ അല്ലാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആയിഷ ബീവി പഠിച്ചു ഒരുപാട് പഠനം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് വളരെ രസകരമായൊരു കല്യാണം. സ്വന്തം ശിഷ്യനാണ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് എന്ന ഫുഖഹാഉ സബ്ഇൽ മദീന കണ്ട ലോകം കണ്ട പ്രഗത്ഭരായ 7 ഫുഖഹാക്കളിൽപ്പെട്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവര്. അവരുടെ ശിഷ്യനാണ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതൊരു വലിയ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ്. ആ ചരിത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശിഷ്യൻ കല്യാണം കഴിച്ചിരുന്നു, ഭാര്യ മരിച്ചുപോയി. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ മുസയ്യിബ് എന്നവര് 40 കൊല്ലം മദീന പള്ളിയിലെ ഒന്നാമത്തെ ജമാഅത്തിന് ഇമാമിന്റെ കൂടെ സംബന്ധിച്ച മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. പിന്നെ 40 ബ്രേക്ക് ചെയ്യണത് ഒരു ഹജ്ജിന് പോയി അതിന്റെ ശേഷം. പിന്നെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. 40 കൊല്ലം മദീന പള്ളിയിൽ ഇമാമിന്റെ നേരെ പിറകിൽ, മദീന പള്ളിയിൽ ഇമാമിന്റെ നേർപ്പിറകിൽ 40 സന മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം. എനിക്ക് അല്ലാഹു അക്ബർ എന്ന ഒന്നാമത്തെ തക്ബീർ ഇമാമിന്റെ കൂടെ അവ്വൽ ജമാഅത്ത് നഷ്ടമായില്ല എന്ന് ലോകത്തോട് പറഞ്ഞ മഹാനാണ് ഈ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉസ്താദ് വീട്ടിലേക്ക് കയറിച്ചത് മൂപ്പർ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ കഴിക്കണം, വിഷമത്തിലാണല്ലേ, ഒറ്റക്കാണല്ലേ? അതെ, എൻ്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാണ്, നാളെ നിക്കാഹാൻ. അന്തം വിട്ടുപോയി. അപ്പൊ മഹറോ, എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ പണ്ഡിതയായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന, അച്ചടക്കമുള്ള ഒരു മോൾ സഈദ് ബിൻ മുസയ്യിബ് എന്നവരുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. കല്യാണത്തിന്റെ അന്ന് രാത്രി സർപ്രൈസ് ആയിട്ടാണ് ഈ വിഷയമൊക്കെ എത്തിയിരുന്നത്. അങ്ങനെ ഈ പുതിയാപ്പിള ചെറുക്കൻ അന്തം വിട്ട് അയൽ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പുന്നാര പെണ്ണുങ്ങളെ ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരുക്കി തരണേ, എൻ്റെ ഭാര്യയെ സഈദ് മുസയ്യിബ് എന്നവർ അവരുടെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കല്യാണം ഉണ്ടായത്. അങ്ങനത്തെ എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു. അമ്മോശന്, സാധുവാണ്, അമ്മോശനുമാണ്. ഏതായിരുന്നാലും കല്യാണത്തിന്റെ രാത്രി കഴിഞ്ഞ് രാവിലെ ഈ പുതിയാപ്പിള തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്? ദർസിലേക്ക് പോവുക. സഈദ് മുസയ്യിബ് എന്നവരുടെ മദീന ദർസിലേക്ക് പോവുക. അപ്പോ പെണ്ണ് എവിടേക്കാ പോകുന്നു ചോദിച്ചു. നിന്റെ ഉപ്പന്റെ ദർസിലേക്ക്. എന്റെ ഉസ്താദല്ലേ നിന്റെ ഉപ്പ, ഉപ്പാന്റെ ദർസിലേക്ക് പോവാ. എന്റെ വാപ്പ സഈദ് എന്നവരെ നിങ്ങൾക്ക് ഓതിത്തരുന്ന കിതാബ് ഞാൻ ഇവിടെ ഓതിത്തരാം. അങ്ങനെ ഭാര്യ ഭർത്താവിന് കിതാബ് ഓതി കൊടുത്തു. അങ്ങനത്തെ പെണ്ണാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവരുടെ മോള്. സഈദ് ബിൻ മുസയ്യിബ് എന്നവരുടെ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മദീന കണ്ട മറ്റൊരു പണ്ഡിതനാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ രചന എന്ന് പറയുന്ന മുവത്ത, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 100ഓളം സ്വഹാബിമാരെ കണ്ടു എന്ന് ചരിത്രം പറയുന്ന മഹാൻ. മുവത്ത എന്ന ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും സമാഹരണം ലോകത്തിന് സമ്മാനിച്ച, ലോകത്തിന് അനുഗ്രഹമായി ലഭിച്ച ലോക പണ്ഡിതനാണ് ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മഹാന്റെ മുവത്ത ശിഷ്യന്മാർ ഓതി കൊടുക്കുമ്പോൾ ഖറഅ അലൈഹി,
ഉസ്താദിന് കിതാബ് മുത്തഅല്ലിമീങ്ങൾ ചൊല്ലുമ്പോൾ ആ ചൊല്ലി കേൾക്കുമ്പോൾ ഉസ്താദ് കൊടുക്കുന്ന ഷറഹ്, അന്നത്തെ ദർസ് അങ്ങനെയാണ്. ഇന്നും ദർസിലൊക്കെ അങ്ങോട്ട് കിതാബ് ഓതി കൊടുക്കുക, മുത്തഅല്ലിമീങ്ങൾ ഓതി കൊടുക്കും. ഓതി കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു ശിഷ്യന്റെ ഇബാറത്തുകളിൽ ലഹ്ന് സംഭവിച്ചാൽ, ഇഅ്റാബ് തെറ്റിപ്പോയാൽ, നസ്ബുള്ളടുത്ത് ജർറ് വന്നാൽ, അല്ലെങ്കിൽ റഫ്അ് വന്നാൽ, അറബി വ്യാകരണം ശരിയാവാതെ വന്നാൽ വാതിലിന്റെ ബാക്കിൽ നിന്ന് 2 മുട്ട് കേൾക്കും വാതിൽക്കെ. അപ്പോ ഇമാം അവറുകൾ പറയും അയ്ദ്, ഒന്ന് മടക്കി പറയുന്നു പറയും. എന്ന് പറഞ്ഞാൽ ആ ഓതിയത് തെറ്റിയിട്ടുണ്ട് എന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമായിരുന്നത് ബിൻത് മാലിക് ബിൻ അനസ്, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് പറഞ്ഞെടുക്കും, വാതിക്ക മുട്ടും ഓതിയ തെറ്റിയിട്ടുണ്ടെങ്കിൽ. സാധുരു പക്ഷേ ഗുരുനാഥൻ അശ്രദ്ധയിലോ ശ്രദ്ധിക്കാതിരിക്കുകയോ ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോള് വാതിൽക്കൽ മുട്ടിക്കൊടുക്കും. മോള് മുട്ടിയ മനസ്സിലാവും ഓതിയിൽ എന്തോ തെറ്റുണ്ട്. ശിഷ്യനോട് നീ മടക്കി ഓത് എന്ന് പറയും. ഇങ്ങനത്തെ പണ്ഡിതകളെ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ശരീഅത്തുൽ ഇസ്ലാം വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യത്വം ലഭിക്കാത്ത സ്വഹാബിമാര് തന്നെ കുറവാണ്. ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് സ്വഹാബികൾക്ക് ദർസ് നടത്തിയിട്ടുണ്ട് എന്നത് വളരെ വലിയ അത്ഭുതമാണ്. ഈ പഠനമെല്ലാം നടത്തിയത് വിവാഹിതയായതിന്റെ ശേഷം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ ഇറാഖി. നേരത്തെ പറഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ആ മോനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു അബ്ദില്ല എന്ന് പറയാറുണ്ട്. അബ്ദുള്ളയുടെ ഉമ്മ എന്ന്. ആയിഷ ബീവിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരാൾക്കും ജന്മം കൊടുത്തിട്ടുമില്ല. എന്നാൽ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് പറയുന്നത് ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ മകനെ നോക്കുന്ന പോലെ നോക്കിയതിന്റെ പേരിൽ സ്വഹാബിയത്തുകൾക്കിടയിൽ ആയിഷ ബീവി അറിയപ്പെടുന്നത് ഉമ്മു അബ്ദുല്ലാഹി എന്നാണ്. അബ്ദുള്ളയുടെ ഉമ്മ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരുടെ ഉമ്മ. മഹാനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ നമുക്ക് റിവായത്തുകൾ തന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ മഹത്വം അറിയുന്നത് അതിൽ അധികം റിവായത്തുകളും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അൻ ഉമ്മി അബ്ദുല്ലാഹി ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാമത് തുസല്ലി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫവഖാന അദാബ السموم فنجانا الله الحمد لله الذي نجانا منها فوقانا عذاب السموم أو كما قال سبحانه. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരായത്ത് ഓതിയിട്ട് ഒരു ദിവസം പകൽ മുതൽ ളുഹർ വരെയുള്ള സമയം മഹദി റളിയല്ലാഹു തആല അൻഹ ഒരായത്ത് ഓതിയിട്ട് സുന്നത്ത് നിസ്കരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അറിവ്, പെണ്ണുങ്ങൾ ധാരാളം അറിവ് പഠിക്കണം എന്നാണ്. കേട്ടിട്ടും വായിച്ചിട്ടും അറിവിന്റെ ലോകത്തേക്ക് വരണം. അവർ അധ്യാപികമാരാണ്, വെറും ഉമ്മമാര് മാത്രമല്ല. ഉമ്മ ആകുന്നതോടുകൂടെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞില്ലേ? വാപ്പാന്റെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞോ? ഇല്ല. സ്വർഗം ഇല്ലാത്തത് കൊണ്ടല്ല. അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന. പിതാവ് സ്വർഗത്തിന്റെ നടുവാതിലാണ്, മധ്യവാതിലാണെന്ന് നിബിധങ്ങൾ. സ്വർഗത്തിന്റെ മെയിൻ ഗേറ്റ് വാപ്പയാണ്. എന്നാൽ ഉമ്മമാർക്ക് സേവനം ചെയ്യുന്നതോടുകൂടെ നല്ല ഉമ്മാരാവണേ, അതൊരു ബാധ്യത ഉണ്ട്. ഉമ്മാന്റെ പുരുഷൊക്കെ പറയുമ്പോൾ ഉമ്മ അങ്ങോട്ട് പിന്നെ പൊന്താണ്, പിന്നെ തോന്നിയത് മുഴുവൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആവരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ. ഉമ്മമാർ വെറുപ്പൊരിക്കലും കൊടുക്കരുത്. അത് മക്കളോടോ മരുമക്കളോടോ വെറുപ്പ് കാണിക്കരുത്, ഇഷ്ടക്കേട് കാണിക്കരുത്. ആൺമക്കളെ പെൺമക്കളെ ഉമ്മമാർ വേർതിരിച്ച് കാണരുത്. ഒരു മോന്റെ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം, അഞ്ചന്റെ കുട്ടിയോട് ഇഷ്ടമല്ല. അതൊക്കെ മക്കൾക്ക് ഭയങ്കര വേദനയാവും. ഉമ്മക്ക് ചിലപ്പോൾ അതൊന്നും തിരിയുണ്ടാവില്ല. പക്ഷെ അങ്ങനെ വേർതിരിച്ച് കാണിക്കരുത്. പേരക്കുട്ടികളെല്ലാവരും ഒരുപോലെയാണ്, മക്കൾ ഒരുപോലെയാണ്. അങ്ങനെ കാണിക്കണം. വെറുപ്പുണ്ടാക്കരുത്. നാവുകൊണ്ട് വെറുപ്പുളവാക്കുന്ന വാക്കുകൾ ഉമ്മമാരെ പറയരുത്. നിങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം ആ മാതാവിന്റെയും പിതാവിന്റെയും കാലിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് പറയാൻ കാരണം എന്താ അറിയോ? ഉമ്മ പറയും, എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടയക്ക, അവൾ എനിക്ക് പിടിച്ചിട്ടില്ല. എന്തേ ഉമ്മ? കല്യാണം കഴിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീം നിന്ന പോലെ. എന്തുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചിട്ടില്ല? അപ്പൊ കാരണം എന്താ? കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മകൻ പിന്നെ വേദമൊക്കെ കേട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന കാര്യം. ഉമ്മക്ക് അത്ര ആവേശമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉമ്മ വരെ ഒന്നും കൊണ്ടുവരാതെ അവള് പോകുന്നത്.
എന്നാ പിന്നെ അവളെ മൂത്തച്ചിയോ അവൾ എത്ര കൊണ്ടുവന്നു? ഈ കൊണ്ടുവന്നു ഇതെടുത്താ എന്നാ അത് വയറ് നിറയാ എനിക്കറിയില്ല. ഈ കൊണ്ടുവരന്നെ വരും. കൊടുക്കണ പരിപാടി നമ്മൾ ആലോചിക്കണില്ലല്ലോ. പ്രസവിച്ചാലും കൊണ്ടുവരണം, കുടിരിക്കലിനും കൊണ്ടുവരണം, തക്കാരത്തിനും കൊണ്ടുവരണം, കല്യാണത്തിനും കൊണ്ടുവരണം. ഇതിങ്ങനെ വാങ്ങിക്കൂട്ടൽ തന്നെ പരിപാടി. അതിൽ കുറയുമ്പോൾ വെറുപ്പ്. അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു, മുമ്പ് ചെയ്ത നന്മകൾ മറന്നു. അതിന്റെ പേരിൽ പിണക്കം, തൊലാക്ക്, ഒഴിവാക്കല്. അങ്ങനെ ഒരു ഉമ്മ മകനോട് ഭാര്യനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തേ? അവരെ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണിയാണ്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്. അതിനനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിക്കേണ്ട, ഉമ്മാനെ വിഷമിപ്പിക്കും വേണ്ട. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ട. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല. ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ ഏട്ടനോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ജ്യേഷ്ഠൻ ചോരയല്ലേ, ചോരബന്ധമല്ലേ? ആ കുടുംബ ബന്ധം നിലനിർത്തണം. അത് ഉമ്മാക്ക് വിഷമല്ലാത്ത രീതിയിൽ. ഉമ്മ മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല, അങ്ങനെയല്ല. ഇൽമ് വേണം, അറിവ് വേണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒരാൾ പറഞ്ഞാലും ചെയ്യേണ്ടതില്ല. അള്ളാഹ് പറഞ്ഞത് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമെന്നല്ലേ. അതുകൊണ്ട് ഉമ്മമാരും ആ ലെവലിലേക്ക് ഉയരണം. നമ്മളെ പഴയ ഉമ്മാരുണ്ടല്ലോ, ഓരോ അമ്മായിമാർ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്നും മരുക്കളോട് കാണിക്കേണ്ട കാര്യമില്ല. അന്നത്തെ പഴയ അമ്മായിമ്മ മിക്സി, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ട് ഈ മിക്സിയിൽ അരക്കാൻ മാത്രമൊന്നും 30 ആയിട്ടില്ല, ഈ കല്ലുമ്മ പോയി അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഉമ്മ അതിൽ തിരുമ്പിയാൽ എൻ്റെത് വൃത്തിയാവില്ല, എൻ്റെത് കല്ലുമ്മ പോയി തരും. അത് വാശിക്ക് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. ഞാൻ സുഖിക്കാത്ത എന്തിനാ ഓള് സുഖിക്കണത്? അപ്പം ഇങ്ങോട്ട് കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. കുറെ നമ്മളങ്ങ് സഹിക്കുക. അടുത്തൊരു തലമുറക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എത്രയോ സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഉമ്മമാരുടെ പിടിവാശി കൊണ്ട് അതൊന്നും അനുഭവിക്കാൻ വിടാതെ കഷ്ടപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഇനിയൊന്നും അങ്ങനൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. സ്നേഹമുള്ള വീട്, സ്നേഹമുള്ള മക്കള്, സ്നേഹമുള്ള കുടുംബം, എന്ത് സന്തോഷായിരിക്കും. അതുകൊണ്ടാണ് ധർമ്മസമരത്തിന് എനിക്ക് സമ്മതം തരണം നബിയെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് യുദ്ധത്തിന് സമ്മതം വാങ്ങാൻ വന്ന യമനിയായ ഒരു സ്വഹാബിയോടാണ് ഉമ്മയുണ്ടോ വാപ്പയുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്, ഉമ്മയാണുള്ളത്. ഉമ്മാക്ക് വേറെ മക്കളുണ്ടോ? ഇല്ല, ഞാനൊരു മോനേ ഉള്ളൂ. എന്നാൽ ഇൽസംഹാ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് സ്വർഗമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗം ഉമ്മയുടെ കാലിന്റെ താഴെയാണ് ആ സ്വർഗമുള്ളത്. നീ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോ, ഉമ്മാക്ക് സേവനം ചെയ്യ്, ഉമ്മയെ ഒറ്റക്കാക്കി കളയല്ല എന്ന് ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പറയുമ്പോഴേ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ, അങ്ങനെ ഹദീസ് ഇല്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാനാണ്. സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ താഴെയാണ്. അൽ ജന്നത്തു മുബ്തദയും തഹ്ത ഖബറു, അങ്ങനെ ഒരു ഇബാറത്ത് ഹദീസിലില്ല. അത് ഹദീസല്ല. പിന്നെയോ ഇൽസംഹ ഫഇന്നൽ ജന്നത തഹ്ത ഖദമി, ആ മഅന ഹദീസാണ്. ഉമ്മയെ നീ കൂട്ടിപ്പിടിക്ക്, ഉമ്മയുടെ കൂടെ നിൽക്ക്, സ്വർഗം ഉമ്മയുടെ കാലിന്റെ താഴെയാണ്. അതാണ് ഹദീസ്. എന്തല്ല അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ കുട്ടികൾക്ക് മദ്രസയിലൊക്കെ റബീഉൽ അവ്വലിനൊക്കെ സ്പീച്ച് എഴുതി കൊടുക്കുമ്പോഴേ അറിയാതെ പറയാറുണ്ട്, നബി തങ്ങൾ പറഞ്ഞു ഖാല റസൂലുള്ളാഹ്, അങ്ങനെ പറയരുത്. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്, എൻ്റെ ആ ഒരു ബഹ്സിൽ കിട്ടിയത്. അല്ലാഹു അലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാർക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നോക്കണേ. ഒരു പ്രസവം നടക്കുന്നതോടുകൂടെ, അവരൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ അവരുടെ കാലിന്റെ താഴെ സ്വർഗമുണ്ട് എന്നല്ലാഹു. അതുകൊണ്ടാണ് നബിയെ അയ്യുന്നാസി അഹഖു ബിഹുസ്നി സ്വഹാബതി, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടി എന്താണ്? ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നമ്മൾ ആരോട് നന്നായി പെരുമാറേണ്ടത്? ഉസ്താദിനോട്, അധ്യാപകനോട്, നമ്മുടെ മാനേജറോട്, നമ്മുടെ എംപ്ലോയറോട്, നമുക്ക് ജോലി എന്ന ആളോട്, നമ്മളൊക്കെ വിസ എടുത്ത ആളോട്. നമ്മളങ്ങനെ പലരോട് നന്നായി ഭയങ്കര ഡീസൻ്റ് ആകാരം. ഒരിടം നമ്മൾ ചൂടായി പോരുമോ? ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടാ പോയിക്കാണി ഉമ്മ, നിങ്ങൾക്ക് ഇത് തന്നെ എപ്പോഴും വേറൊന്നും ഇല്ലേ? നമ്മൾ എന്തൊക്കെ ഡയലോഗ് പറയും. ചിലപ്പോൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിനക്ക് ജോലി തന്ന ആളോടല്ല, നന്നായി പെരുമാറിക്കോളി. ഏറ്റവും നന്നായി ആരോടാ? ഉമ്മുക, നിന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല പെരുമാറ്റം അർഹിക്കുന്നത്, ഉമ്മയോടാണ്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയേ സുമ്മമൻ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ്?
വീണ്ടും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാ നബിയെ? സുമ്മമൻ ഖാല ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. 3 തവണ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. സുമ്മ ഖാല അബൂക്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ഉപ്പയോട്. മക്കൾക്ക് ഉമ്മയും വാപ്പയാണ്. പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങേറും അനുഭവിച്ചിട്ടില്ല. ഉമ്മ ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി, ഞരമ്പ് വലി തുടങ്ങി, ഉറക്കം കിട്ടാണ്ടാവല് തുടങ്ങി, ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല് തുടങ്ങി. പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ്. ഒരു നിലമ്പൂർക്കോ മഞ്ചേരിക്കോ ഇടക്കര എവിടെയെങ്കിലും പോലെ എനിക്കറിയില്ല, ഇവിടെ ചെന്ന് കാത്തുനിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി പരിശോധന കഴിഞ്ഞ് പടച്ചോനെ വിശപ്പും ദാഹവും തളർച്ചയും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചുപോയി, ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക. അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം, കുട്ടിക്ക് ചുമ, കുട്ടിക്ക് കഫക്കെട്ട്, കുട്ടിക്ക് ന്യൂമോണിയ, ഭർത്താവ് കൂളായിട്ട് കുറുക്കം വെച്ച് ഉറങ്ങുന്നുണ്ടാവും, ഭാര്യ ഇപ്പുറത്തുണ്ടാവും. അല്ലേ? നിങ്ങൾ ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുക, ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ മുളച്ചുണ്ടായതാ? ഈ കുട്ടി ഉണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മക്കല്ലേ? അവളുണ്ടായപ്പോഴല്ലേ? അവളുടെ ആരോഗ്യമല്ലേ, അവളുടെ ചോരയല്ലേ, ശരീരമല്ലേ കുഞ്ഞ് എന്ന് പറയുന്നത്. ചില ഭർത്താക്കന്മാർ അങ്ങോട്ട് കുട്ടി മതി, അതുവരെ ബൈക്കുമേലും ബസ്സിലും കാറിലൊക്കെ കൊണ്ടുപോയി ടൂറൊക്കെ, കുട്ടി കഴിഞ്ഞ് ഇവിടെ ഇരുന്നോ, ഇനി വരേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ ആവരുത്. സ്നേഹം കൂടുതൽ കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ വാപ്പ എന്ന് പറഞ്ഞ സുഖത്തിന് നല്ല രസല വർത്താന, വാപ്പയാണ് എന്തേ അറിഞ്ഞിട്ടുണ്ടോ? ഒരിടങ്ങേറും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മമാരങ്ങനെയല്ല. കുഞ്ഞ് ജനിച്ചൊരു 3-4 കൊല്ലം വരെ മര്യാദക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും അവർക്ക് പറ്റൂല. ശരിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ കൊല്ലം പ്രസവിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഉമ്മുക സുമ്മ ഉമ്മുക സുമ്മ ഉമ്മുക, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്. ഏറ്റവും വലിയ ഏറ്റവും നല്ല സ്വഭാവം നിന്നിൽ നിന്ന് അർഹിക്കുന്നത് നിന്റെ ഉമ്മയാണ്. സുമ്മ മൻ, പിന്നാരാ നബിയെ? അബൂക, നിന്റെ വാപ്പയാണ്. വാപ്പാനെ മോശാക്കാനല്ല, ഉമ്മയുടെ സ്ഥാനം അതിലും വലുതാണെന്ന് മനസ്സിലാക്കി തരാനാണത്. ഇതൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ഉമ്മയോട് തിരിച്ച് വേർഡ് ഫൈറ്റ് നടത്തുമ്പോഴേ മോനെ ഉമ്മയോടത് പറയരുത് എന്ന് വാപ്പ പറയണം, ഭർത്താവ് പറയണം. ഭാര്യയോട് മക്കള് കയർത്ത് സംസാരിക്കുമ്പോ മക്കൾക്ക് ഒരിക്കലും മക്കളോട് മാതാവിന് എതിരായി വാപ്പ സപ്പോർട്ട് ചെയ്യരുത്. ചില ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. അതന്നെ പറഞ്ഞുകൂടെ മോനെ, വാപ്പാന്റെ സപ്പോർട്ടാ മോന്. അങ്ങനെ ആവരുത്. ഉമ്മ പറയേണ്ടത് എന്താ? മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വാപ്പയോട് പറയും, അല്ലെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ, അമ്മാന്റെ വീട്ടിൽ പോട്ടെ, കാക്കാന്റെ വീട്ടിൽ പോട്ടെ എന്ന് മകൻ സമ്മതം ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയാം വാപ്പാനോട് ചോദിച്ചോട്ടോ. വാപ്പ പറയും ഉമ്മാട് ചോദിച്ചു, ഉമ്മ എന്തേ പറഞ്ഞേ? ഉമ്മ ആയിക്കോട്ടെ, വാപ്പാന്റെ സമ്മതം തരണം എന്നാ പറഞ്ഞു. ഉമ്മക്ക് ഓക്കെയാണോ? ഓക്കെ, എന്നാ നീ പോയിക്കോ. അപ്പൊ എന്തായി? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നതാണ് മക്കൾ കാണുന്നത്. എൻ്റെ മക്കൾക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ അവരെൻ്റെ ഭാര്യയോട്, എൻ്റെ കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചിട്ട് കാര്യം ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എൻ്റെ അടുത്ത് വിട്ടാൽ മതി, ഞാൻ എന്ത് ചെയ്യും, നിന്നെ എങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഉമ്മയോട് എൻ്റെ അടുത്ത് വരും, ഉമ്മ എന്തേ പറഞ്ഞ്? ഉമ്മ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓക്കെ ആണോ? എന്നാ ഓക്കെ. ഇത് ഞാൻ പറയുമ്പോഴേ എൻ്റെ മക്കൾക്ക് എന്നോടും എൻ്റെ ഭാര്യയോടും കുട്ടിയുടെ ഉമ്മയോടും ബഹുമാനം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ തന്നെ അങ്ങോട്ടോട് തട്ടിക്കളിച്ച പിന്നെ മക്കൾ എങ്ങനെ ബഹുമാനം പഠിക്കുക? ഇത് ശ്രദ്ധിക്കണം. ഒരു ഭാര്യയെയും ഒരു ഭർത്താവ് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കുകയോ കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. പുണ്യ നബിയോട് നബിയെ ഒരു ഉപദേശം തരണമേ എന്ന് ചോദിച്ചു വന്ന ആൾക്ക് നബി ഞങ്ങൾ കൊടുത്ത ഉപദേശം എന്താ അറിയോ? ലാ തഗ്ളബ്, നീ ചൂടാവരുത്. അപ്പോൾ ചോദിച്ചപ്പോൾ നബി വേറെന്ത് ഉപരിയാച്ച് നീ തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പൊരുത്തോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്ര ദിവസം ഖുർആൻ ഓദിക്കോ എന്ന് നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിചാരിച്ചത്. തങ്ങൾ എന്താ മൂപ്പരോട് പറഞ്ഞത്? ലാ തഗ്ളബ്. ആളൊരു ദേഷ്യക്കാരനാ, അത് തങ്ങൾക്കറിയാം. നീ ദേഷ്യപ്പെടരുത്. ഉപരിച്ച് പിന്നെന്തെങ്കിലും നബിയെ നീ ദേഷ്യപ്പെടരുത്. നബിയെ വേറെന്തെങ്കിലും ഉപദേശം എനിക്ക് പറ്റിയത്? നീ ദേഷ്യപ്പെടരുത്. ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. ഇത് ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാണെന്നറിയോ? ഒരു സ്വഹാബിക്ക് മാത്രമല്ല, ഓരോ സ്വഹാബിയുടെയും ഇൻഡിവിജ്വൽ കേസുകൾ ഒരു ഉമ്മത്തിന്റെ പ്രശ്നമാണ്. ഹദീസിന്റെ ഒരു വലിയ അത്ഭുതം അതാണ്. സ്വഹാബികൾ ഒരുപാട് സംഭവങ്ങൾ കാണും, ആ സംഭവങ്ങളൊക്കെ ഉമ്മത്തിനുള്ള ഉപദേശങ്ങളാണ്. അംബിയാഇന്റെ സ്വഭാവങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽഖിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരോ നബിയുടെ സ്വഭാവങ്ങൾ അത് നബിതങ്ങളിലുണ്ട്. തങ്ങളുടെ സ്വഹാബിമാർ നബിതങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ തങ്ങളുടെ സ്വഭാവങ്ങളിൽ ഓരോന്ന് സ്വഹാബികളിലുണ്ട്. സ്വഹാബികളിലെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ പരിഹാരം. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാകും, നമുക്കറിയുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പൊ എന്താ ദേഷ്യപ്പെട്ടോ?
പൊരിഞ്ഞ ചൂടായിട്ടൊക്കെ അറിയാൾ പറയണ്ടാവുക. ഇമാതിരി ദേഷ്യം ഒരു പക്ഷേ ആ പെണ്ണ് കേട്ടിട്ടുണ്ടാവില്ല അവളുടെ വീട്ടിൽ നിന്ന്. ഇവിടെ സാധാരണ ആയിരിക്കും, സ്വന്തം വീട്ടിൽ ഭർത്താവ് വാപ്പയോട്, വാപ്പ അനുജനോട്, അനുജൻ വാപ്പയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്ന ഒരു വീടായിരിക്കും. ഒരു പക്ഷെ അത് പരിചയമില്ലാത്തൊരു വീട്ടിൽ നിന്നായിരിക്കും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടാവുക. ഞാൻ ചൂടായോ ഇതൊന്നല്ലല്ലോ ചൂടാവല് എന്ന് പറയരുത്. ദേഷ്യം മനുഷ്യനിൽ പിശാച് തട്ടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ശക്തിമാൻ ഞങ്ങൾ പറഞ്ഞു മസിലുള്ളവനല്ല, റസ്ലിംഗ്, അടിച്ച് മുഖത്തടിച്ച് കുത്തിപ്പരിപ്പ്, അങ്ങനത്തെ കളിയില്ലേ റസ്ലിംഗ്, അങ്ങനത്തെ മസിലൊന്നുമല്ല ശക്തി എന്ന് പറഞ്ഞാൽ. ശക്തിമാൻ എന്ന് പറയുന്നത് ദേഷ്യം പിടിക്കുമ്പോ ചില വിഷയങ്ങൾ ദേഷ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വാക്കുണ്ട്. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം. പക്ഷെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞത് ബഹളം വെച്ചുകൊണ്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലായി. നമ്മുടെ നാട്ടിലേക്ക് അറിയാത്തൊരു സംഗതി അതാണ്. നമ്മൾ എപ്പോഴും ബഹളം, സന്തോഷമാണെങ്കിലും ബഹളം. ഒരു കല്യാണത്തിന് പന്തല് ചെന്നാൽ 100 മീറ്റർ ഇപ്പുറത്ത് ഒച്ച കേൾക്കാം നമ്മുടെ ബഹളം. നമ്മുടെ മലയാളം തന്നെ ഭയങ്കര സൗണ്ടാണ് അല്ലേ, ഭയങ്കര സൗണ്ടുള്ള ഭാഷ മലയാളം. നമ്മൾ വേറെ ഭാഷകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോഴാണ് മറ്റു രാജ്യക്കാർ എത്ര സൗമ്യമായിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് പോവാണ്, ട്രെയിനിലാണ്, UK. അപ്പോൾ മൂപ്പര് ഭയങ്കര രസമുള്ള തമാശക്കാരനാണ്. അപ്പോൾ ഞങ്ങളിത് തമാശം 4 മണിക്കൂർ യാത്ര ഉണ്ട്, ലണ്ടൻ ടു സ്കോട്ട്ലൻഡ്, എഡിൻബ്രോ. അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. ഞങ്ങളതൊന്നും അറിയാണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ഒരു മനുഷ്യൻ സഹികെട്ട് വന്നു, പ്ലീസ് ദിസ് ഇസ് എ ക്വയറ്റ് സോൺ, ഇത് മിണ്ടാണ്ടിരിക്കേണ്ട സ്ഥലമാണ്, നിങ്ങളൊന്ന് ശബ്ദം ഒന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഞങ്ങളിത് പടപടാന്ന് ഉറക്കെ പറയണത് ഈ മലയാളത്തെ സായിപ്പിന് കേട്ടിട്ട് സഹി കെട്ടിട്ടുണ്ടാവും, കുറേ നേരമായി സഹിക്കുന്നുണ്ടാവും അയാൾ. അപ്പോഴാണ് നമ്മുടെ ഈ ഭാഷ തന്നെ ഭയങ്കര ഒച്ചുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ചിന്താബാധൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ ഒച്ച, അങ്ങനെയൊക്കെ ലോകത്താറ് ചിന്താബാധ ഞാൻ കേട്ടിട്ടില്ല. എന്തൊരു ഒച്ച നമുക്കൊക്കെ 4 5 ആളുള്ള ജാതക്ക് ഭയങ്കര ഒച്ചക്കാരൻ. അപ്പോ ഈ ബഹളം ദേഷ്യപ്പെടുമ്പോ ബഹളം വെക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുമോ? ബഹളം വെക്കാതെ കാര്യം പറയാം. നമ്മളൊക്കെ ഒച്ച വെച്ചാൽ നമ്മൾ ഭയങ്കര ശക്തിയാവും, ബാക്കിയുള്ളൊക്കെ പൂച്ചയെ പോലെ നിൽക്കും. അങ്ങനെയൊന്നുമില്ല, ഒക്കെ പണ്ടായിരിക്കും ചിലപ്പോൾ. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുമ്പോൾ ഈ മനുഷ്യന് സ്വയം കൺട്രോൾ ഇല്ല എന്നതിൻ്റെ അർത്ഥം. അധ്യാപകന്മാർ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, അധ്യാപികമാർ കുട്ടികളെ നമ്മളെ പിരികയറ്റും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്ന് അങ്ങ് അറ്റത്തേക്ക് എത്തും. എന്നാലും റിമെയിൻ കാം, സമാധാനത്തിൽ നിൽക്കണം. കാര്യങ്ങൾ വ്യക്തമായി നല്ല ഒരു ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ഘട്ടത്തെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന മക്കൾ, ഞാൻ വലിയത്തരം പറയല്ല, എന്നെക്കാളും വലുപ്പം ഹൈറ്റും ഇല്ല, തടിയും വലുപ്പമുള്ള കുട്ടികൾ, 18 20 വയസ്സുള്ള കുട്ടികൾ ക്ലാസ് റൂമിലുണ്ടാവും. നമ്മളൊക്കെ ഓരോ മുമ്പിൽ ചെറിയ മനുഷ്യന്മാരാകാരം. പക്ഷേ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ അവിടെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന വാക്കുകൾ, അതിലും മോശമായ വാക്ക് പറയാൻ പാടില്ല. ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്ന് പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര മോശം. ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണി പോകും. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്നൊരു ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു, ക്വയറ്റ്സ്, ബി ക്വയറ്റ്സ്, അങ്ങനെ പറയാവോ? വായടക്കണം എന്നല്ല അതിനർത്ഥം. ഷട്ടപ്പ് യുവർ മൗത്ത്, അതൊക്കെ ഭയങ്കര തെറിയാണ്. നമുക്ക് അതുപോലും മക്കളോട് പറയാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല. പെൻസിൽ കൊണ്ടോ സ്കെയിൽ കൊണ്ടോ ഒന്നും അടിക്കാൻ പറ്റും. ഒരു അടി പരിപാടിയൊന്നും ഇല്ലല്ലോ. വാക്കുകളെ കൊണ്ട്, അതും ബഹളം വെക്കാനും പറ്റൂല. ബഹളം വെച്ചാലും പണി പോകും. കാരണം അധ്യാപനം ചെയ്യാൻ പറ്റൂല. ഇതിൽ ഞാനൊരു 22 കൊല്ലത്തോളമായി ഗൾഫിൽ പഠിപ്പിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ടുള്ളൂ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായിട്ട്. അധ്യാപകൻ പൂർണ്ണമായി എന്നല്ല ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറ്റും, എനിക്ക് അധ്യാപനത്തിന്റെ കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് ഒരു 17 കൊല്ലം ഈ പണി ചെയ്തതിന് ശേഷമാണ്. മാസ്റ്ററിങ് എന്ന് പറഞ്ഞ സംഗതി, ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുക. നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുക എന്ന് പറയില്ല. ഒരു വിഷയത്തിൽ നൈപുണ്യം കിട്ടണമെങ്കിൽ മിനിമം 1000 മണിക്കൂർ ആ പണി ചെയ്യണമെന്ന. 1000 മണിക്കൂർ, 1000 hours ഒരു പണി ചെയ്താലേ നമുക്ക് അതിൽ മാസ്റ്ററിങ് കിട്ടുള്ളൂ. അത് ആശാരിയാണെങ്കിലും തേപ്പ് ചെയ്യുന്ന ആളാണെങ്കിലും മണ്ണ് കൊത്തുന്ന ആളാണെങ്കിലും 1000 മണിക്കൂർ അത് ചെയ്യുമ്പോഴാണ് അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത്. അങ്ങനെയാണ് 1000 മണിക്കൂർ. അതാണെങ്കിലോ ഒരു കൊല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അടുത്ത കൊല്ലം ആവർത്തിക്കുന്നു, അത് തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞത് മുഴുവൻ ബൈഹാർട്ടായിട്ടുണ്ട്. അത് 50 കൊല്ലം കഴിഞ്ഞാലും 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് അതിനെപ്പറ്റി പറയാം. കാരണം ഓരോ കൊല്ലവും ചെയ്ത് തന്നെയല്ലേ ചെയ്യണത്. അങ്ങനെയുമല്ല, ബഹളം വെക്കാതെ ആക്രോശിക്കാതെ നമ്മുടെ മക്കളോട് കാര്യം പറയാൻ, നമ്മുടെ കണ്ണ് നോക്കിയിട്ട് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുക.
ഇത് വലിയ ഒരു ടാസ്കാണ്. ഇത് വാപ്പമാര് പഠിച്ചു വെക്കണം. ഉറക്ക ഒച്ച വെച്ച് സംസാരിക്കരുത്, ബഹളം വെക്ക. അത് മോശമാണ്. വിവരമില്ലാത്തവരും സ്വയം കൺട്രോൾ ചെയ്യാൻ അറിയാത്തവരുമാണ് ഈ ബഹളം വെക്കുക. ലാ തഗ്ളബ്. പുണ്യ നബി തങ്ങൾ പറഞ്ഞത് ആ മനുഷ്യന് മാത്രമല്ല, നമ്മളോടൊക്കെ ഉള്ളതാണ്. ദേഷ്യപ്പെടണം, പക്ഷെ ദേഷ്യം എന്താവരുത്, നിന്നെ പിടിച്ച് തിന്നുന്നില്ല കോലത്തിലാവരുത്. കൈ കിട്ടുന്ന സാധനം പിടിച്ച് എറിയ, ബഹളം വെക്കുക. ഇതല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ട രീതി. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം. അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞിട്ട് സമയം കളയാൻ പറ്റില്ല. അത് അധ്യാപകരും മുഅല്ലിമീങ്ങളും മാത്രം ഉണ്ടെങ്കിൽ കുറച്ച് ഹിക്മത്തൊക്കെ പറഞ്ഞു തരാണ്ട്. നമ്മൾ ഈ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യുക, അത് ഞാൻ പഠിച്ചെടുത്ത എൻ്റെ ഒരു പരിചയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം എനിക്ക് അറിയാം, പലപ്പോഴും അധ്യാപനം വലിയ വിഷമമുള്ള കാര്യമാണ്. അത് വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടും നമ്മുടെ മക്കളിൽ. അതുകൊണ്ട് നമ്മുടെ ഉമ്മയും നമ്മളുമൊക്കെ അധ്യാപകരാണ്. അധ്യാപനം നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരെ തിന്മയിൽ നിന്ന് വിട്ടുനിർത്തുകയും ചെയ്യാൻ ഏറ്റവും നല്ല റോൾ മോഡലുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഖുർആൻ പറഞ്ഞ ഒരു ദുആയുണ്ട്. ആ ദുആയുടെ ഒരു പ്രത്യേകത നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. എന്താ ദുആ ചെയ്യേണ്ടത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ. ഈ ദുആ പഠിച്ചു വെക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യയിലും, ഭാര്യ പറയുകയാണെങ്കിൽ ഭർത്താവില്, സൗജ് ആണിനും പെണ്ണിനും പറയും. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും, വദുർരിയാതിനാ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾ, നൽകാൻ പോകുന്ന മക്കള്, അതൊക്കെ അർത്ഥമുണ്ട് അവിടെ. ഞങ്ങളുടെ എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യയിലും, ഒരു ഭാര്യ പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും നീ എനിക്ക് നൽകണം. എന്ത് നൽകണം? ഖുർറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ. മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണുക, അതൊരു വലിയ റാഹത്താണ്. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കാം, മക്കൾ നന്നാക്കണേ. ആദ്യം എന്താ പറഞ്ഞത്? ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ഭർത്താവ് പറയണമെങ്കിൽ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം. ഭാര്യ പറയുമ്പോ ഭർത്താവിലും മക്കളിലും. അപ്പൊ പറയുന്ന ആളെ കുറിച്ച് എന്താ എന്തെങ്കിലും പറഞ്ഞപ്പോ? ഒന്നും പറഞ്ഞില്ല. പറയുന്ന എനിക്ക് എന്ത് വേണം പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം. പിന്നെ പറയുന്ന വാക്ക് നോക്കണം, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നിനക്ക് വഴിപ്പെടുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഇമാമായി എന്നെ നീ മാറ്റിത്തരേണമേ. എൻ്റെ ഭാര്യ മക്കളെ നന്നാക്കണേ എന്ന് പറയുമ്പോൾ അവർക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരയണമേ. അങ്ങനെ ദ്വാരുന്ന നമ്മളൊക്കെ താനെ നന്നാവും. നമ്മൾ വിചാരിക്കും എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല. മാറ്റാൻ പറ്റുമല്ലോ, മാറ്റാൻ. ഹസ്സിനു അഖ്ലാഖക്കും ഹദീസാണ്. സ്വഭാവം നന്നാക്കണം. സ്വഭാവം നന്നാക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിൽ തക്ലീഫ് ശറഅ് ഒരിക്കലും അത് ചെയ്യൂല. ശറഇന്റെ തക്ലീഫ് വന്നത്, ശറഅ് നമ്മളോട് നിഷ്കർഷിക്കുന്നത് മാറ്റം സാധ്യമായതിനെ കുറിച്ചാണ്. മാറ്റാൻ പറ്റാതെ നിങ്ങളുടെ കണ്ണും മൂക്കൊക്കെ മാറ്റണം അങ്ങനെ പറയോ? ശറഅ് പറയൂല. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം, കർമ്മം ശ്രദ്ധിക്കണം, ദേഷ്യപ്പെടുമ്പോൾ പെരുമാറ്റം ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലാത്തത് നബി ഞങ്ങൾ പറയൂല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, എൻ്റെ വാപ്പ വലിയ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ, അതൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ പഴയ വളവാണ്. മാറ്റിക്കോ. സ്വഭാവം നന്നാക്കണം. സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ? മുതലാളിനോട് എൻ്റെ വാപ്പ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ, പിരിച്ചാണ് വിടും അല്ലേ? അപ്പൊ എന്താ, നല്ല കുട്ടിയായിട്ട് നിൽക്കൂല അവിടെ പണി തീരുന്നവരെ? എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റുന്നില്ല എൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തൂടെ? അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് എന്ന് പറയുന്നത് ആരാ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട്, വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്തിനാ ഈ പെരുമാറ്റത്തെ പറ്റി പറയണമെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ, നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ തൂക്കിയാൽ പിന്നെ അള്ളാഹ് തൂക്കുന്നത് സൽ സ്വഭാവമാണ്. ആളുകൾ ഇയാളെ പറ്റി എന്താ പറഞ്ഞത്? ആള് നല്ല സ്വഭാവക്കാരനായിരുന്നോ അല്ലയോ? ഇത് തുലാസിൽ വെച്ചാൽ തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഭാരമുള്ള അമല് നിങ്ങളുടെ സൽസ്വഭാവമാണ്. ഇന്ന അത്ഖല ഫിൽ മീസാനി ബഅദ തഖ്വല്ലാഹി ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവത്തിന് ഭയങ്കര കനണ്ടാവും. അപ്പൊ അത് നമ്മുടെ വീട്ടുകാർ പറയണം. എന്തുകൊണ്ട്? സ്വന്തം വീട്ടിൽ നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ നല്ലവൻ. എന്നിട്ട് തങ്ങൾ പറയാം, വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി അവനവന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തേ അതിന് കാരണം എന്നറിയോ? നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തരേണ്ടത് മഹല്ല് കമ്മിറ്റി അല്ല, നാട്ടിലത്തെ ജനകീയ കൂട്ടായ്മ അല്ല അവാർഡ് തരേണ്ടത്. നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ? നമ്മുടെ ഭാര്യയാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾ നല്ല മനുഷ്യരാണ്. എന്തേ കാരണം എന്നറിയോ? ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കലാണ്. ഇപ്പം നിങ്ങൾ എന്തൊരു നല്ല മക്കളായിട്ടാണ് നിൽക്കണത്, ഇവിടെ ഇരിക്കണത്. ഞാൻ എന്തൊരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഉസ്താദ്മാരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. നമ്മളെ തനി സ്വഭാവം പെരീക്കത്തേലേ അറിയുള്ളൂ, അല്ലേ? വീട്ടിൽ നമ്മൾ നല്ലവരാണോ? അതോ നബി നിങ്ങൾ പറയാം, നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട, നിങ്ങൾ ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ്. അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ? വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ്, വാപ്പ വരുന്നു, വാപ്പ എപ്പോഴാ വരിക എന്ന് മക്കൾ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ, പഠിച്ചാൽ എപ്പോഴാണോ എന്റെ ഭർത്താവ് ഒന്ന് വരുന്നത്, ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ. ചിലരുടെ ഭർത്താവ് ഇപ്പൊ വരാൻ നേരായിട്ടുണ്ട്, മക്കളെ കട്ടക്കാലം ഇപ്പൊ തുടങ്ങട്ടോ, ആൾ വരാതിരുന്നാ മതിയെന്നല്ല, ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു, ഈ വീട്ടിൽ കിടക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, നേരെ മറിച്ചാണോ? ഇതാണ് നിങ്ങളെപ്പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്, വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റാണ്. അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം, നല്ല അധ്യാപകനാവാം, നല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ്, നല്ല മെമ്പറാണ്, അങ്ങനെ തന്നെ അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ. ഏത് ചിരിക്കാത്തവരും ചിരിക്കും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ല ശരിയല്ലേ? അല്ലേ? നമ്മൾ ഇന്റർവ്യൂക്കൊക്കെ ചെന്നാൽ എന്താ പറയാ മലയാളിയോട്? എന്തൊക്കെ ചെയ്യും? നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അങ്ങനെ അവൻ ചെയ്യൊന്നുമില്ല, വെറുതെ പറയണേ. പിന്നെ കഴിഞ്ഞാൽ മൊബൈൽ കുത്തിരിക്കാറുണ്ടാവും, പണി കിട്ടിക്കഴിഞ്ഞാൽ. അതിന് മുമ്പ് എന്താ പറയാ, ഞാൻ എന്ത് പണിയും ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവും, അങ്ങനെ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഞാൻ എന്ത് ടെൻഷൻ വെച്ചാലും ഞാൻ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓൺ ഗ്രൗണ്ട് ചെയ്യോ ഇല്ലേ എന്നതാണ് വിഷയം. പറയാനതൊക്കെ പറഞ്ഞേക്കും. നമ്മൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമ്മളാവുന്നത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ കുറിച്ച് പറഞ്ഞത്, കാന ഫീ ഖിദ്മത്തി അഹ്ലി. എങ്ങനെയായിരുന്നു ബീവി പുണ്യ റസൂൽ അങ്ങയോട് പെരുമാറിയിരുന്നത്? ഹബീബിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി, ഹൽ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഉണ്ട് ബീവി, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്. അറബികൾ അവർക്ക് അർത്ഥം മനസ്സിലാവും. അതെ, ഖുർആൻ ഓതിയില്ലേ? ഓതി. കാന ഖുലുഖുഹു, ഹബീബിന്റെ സ്വഭാവം അൽ ഖുർആൻ, ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ ആരും ആരെ പറ്റിയും മോശപ്പെട്ടത് പറയരുതേ. ഇപ്പൊ ഫേസ്ബുക്ക് കുത്തിയിട്ട് ഇങ്ങനെ കയറി കുത്തൂല, വാട്സപ്പിൽ മോശപ്പെട്ട മെസ്സേജ് വിടൂല, ഗ്രൂപ്പുകളിൽ കയറിയിട്ട് കലക്കൂല, നല്ല സ്വഭാവം കാണിക്കും. ഫിത്ന ഉണ്ടെങ്കിൽ ആ ഫിത്നയെ അടക്കാനേ ശ്രമിക്കുള്ളൂ, കത്തിക്കാൻ നോക്കൂല. ഗീബത്ത് പറയരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്, ആളുകളുടെ കുറ്റം കുറവ് ഇങ്ങനെ നോക്കി നടക്കരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, ഇതൊക്കെയല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബിന്റെ സ്വഭാവം അതായിരുന്നു. കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി, നബി തങ്ങൾ വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു. വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തു. അപ്പൊ ഒരു ഭർത്താവ് വീട്ടില് ഒരു ഖിദ്മത്ത് ചെയ്യാന്ന് പറയുമ്പോ ചിലപ്പോ അമ്മ പറയും, ഓൻ പെങ്കോന്തനാ, പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിയല്ലേ, ഓൻ എന്തിനാ എടുക്കേണ്ട വല്ല കാര്യം, മൂപ്പര് വല്ല ഹദീസും കേട്ട് വേദം കേട്ട് വന്നതാ കാര്യം, ഉമ്മക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ വീട്ടിൽ നബി തങ്ങൾ അടിച്ചു വരുമായിരുന്നു. അപ്പൊ ആ ആവേശത്തെ ചെന്നിട്ട് ഇന്നിപ്പോ കഴിഞ്ഞു, നാളെ രാവിലെ ഇപ്പൊ ആ ചൂലം തന്ന പെണ്ണെ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു അടിച്ചു വരുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. ഹബീബായ നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്കിനിസു അർള, നബി തങ്ങൾ വീടടിച്ചു വാരുമായിരുന്നു. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, എന്റെ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ടായി ചെയ്യുന്നത് എന്നല്ല പെണ്ണ് മനസ്സിലാക്കുക. അയാളൊരു നല്ല മനുഷ്യനായത് കൊണ്ടായി ഇത് ചെയ്യുന്നത്. അവിടെ വിഷയം. ഇത് ചെയ്യുമ്പോഴ് എന്റെ ഭർത്താവ് പിന്നെ അവൾ എന്ത് ഒഴിഞ്ഞു മാറി കൊടുക്കുക, അങ്ങനെയല്ല. ഒരു സന്നദ്ധത കാണിക്കുന്നത് തന്നെ ധാരാളമാണ്. അത് നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തോളാം എന്ന് അവൾ പറയുന്നിടത്താണ് അവൾ വിജയിക്കുന്നത്. അതിന് സന്നദ്ധത കാണിക്കുന്നിടത്താണ് ഭർത്താവ് വിജയിക്കുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾ മൾട്ടി ടാസ്കാ ചെയ്യുക, അല്ലെ? നമ്മൾ പറയും ശമ്പളം വാങ്ങാത്ത 24 മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വീട്ടിലെ ഉമ്മമാർ എന്ന് പറയും. ശമ്പളമില്ല, 24 മണിക്കൂറും ഡ്യൂട്ടിയാ, ഓൺ കോൾ, ഉറങ്ങുമ്പോൾ പോലും സ്വൈരം കിട്ടൂല, അല്ലെ? അപ്പൊ ആരെങ്കിലും വിളിച്ച് ഉണർത്തിയേക്കാം, ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട്. ആ ജോലിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്തു കൊടുക്കുക. സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം, ടിഫിൻ ബോക്സ് റെഡിയാക്കണം, സ്കൂൾ ബസ് വരാനായിട്ടുണ്ട്, യൂണിഫോം കാണുന്നുണ്ടാവില്ല, ഷൂ കാണുന്നില്ല, മദ്രസയിലെ പുസ്തകം കാണുന്നില്ല, പെൻസിൽ കാണുന്നില്ല, കുട്ടിക്ക് ഭക്ഷണം റെഡി ആയിട്ടില്ല, കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. ചിലർ ഉണർന്നിട്ടുണ്ടാവില്ല, അവർ ഉണർത്തിയിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്തിയിട്ട് വേണം കുപ്പായിട്ട് കൊടുക്കാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ കുക്കം വലിച്ച് ഭർത്താവ് ഉറങ്ങണ്ട, ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് ആ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കും, മദ്രസയിലേക്ക് പറഞ്ഞേക്കും. ആ ഒരു സമയമെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ്, എന്തൊരു മനോഹരായിരിക്കും, എന്തൊരു സമാധാനമായിരിക്കും, എന്തൊരു ബന്ധമായിരിക്കും ആ കുടുംബ ബന്ധത്തിന്.
പുണ്യനബി തങ്ങൾ കാന ഫീ ഖിദ്മത്തി അഹ്ലി, വീട്ടുകാർക്ക് സേവനം ചെയ്യുമായിരുന്നു. യക്നിസുൽ അർള, നബി തങ്ങൾ ഭൂമി നിലം അടിച്ചുവാരും. പടച്ചോനെ, പുണ്യ റസൂൽ അത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കല്ലേ പോരാത്തരം തോന്നര്, ഞാൻ ആണ് അതാണൊക്കെ പറഞ്ഞ പണിയല്ല, അങ്ങനെ പറയുന്നത്. പുണ്യ നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെന്താ നമുക്ക്. വയഖ്സിഫുന അലഹു, നബി തങ്ങൾ ചെരുപ്പ് തങ്ങൾ തുന്നുമായിരുന്നു. കേടന്നാല് നമുക്ക് തുന്നലൊന്നുമില്ല, സൂചി നൂലൊന്നും ആരും വാങ്ങണമെന്നില്ലല്ലോ. മുമ്പൊക്കെ നമ്മൾ ഓരോ കുപ്പായം കീറിയാ തുന്നി എത്ര തുന്നുണ്ടായി. ഇപ്പൊ മാറ്റുക. യഖ്സിഫുന അലഹു, തങ്ങളുടെ ഷൂ, തങ്ങളുടെ ചെരുപ്പ് തങ്ങൾ നന്നാക്കും. വയഹ്ലിബു ഷാതഹു, നബി തങ്ങൾ പാല് കറന്നു തരും, ആടിന്റെ പാല് കറക്കും. ഇങ്ങനെ നബി തങ്ങൾ ചെയ്തു. പക്ഷേ ഫഇദാ ഹളറത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായാൽ ഖറജ, നബി തങ്ങൾ നിസ്കാരത്തിലേക്ക്. കഅന്നഹു ലം യഅരിഫന വലം നഅരിഫു, നബി തങ്ങൾക്ക് ഞങ്ങൾക്ക് തങ്ങളെയോ പരിചയമില്ലാത്ത പോലെ തങ്ങൾ നിസ്കാര നേരായാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട്. കല്യാണം കഴിച്ച് കുടുങ്ങിയോലി കൂട്ടത്തിലുണ്ടാവും, കല്യാണം കഴിക്കാൻ പോണവരുണ്ടാവും, കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം, വിവാഹം ജീവിതത്തിൽ ഒരുപാട് നല്ല നാളുകൾ കഴിഞ്ഞു പോയവരുണ്ടാവാം, കയ്പ് നീര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകാം. തിരുത്താനും നന്നാവാനും ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. നമ്മുടെ വീടുകൾ സന്തോഷമാണെങ്കിൽ നമ്മുടെ മഹലിൽ സന്തോഷം ഉണ്ടാവും, നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വരും. അള്ളാഹു നമ്മുടെ ഈ ഉമ്മത്തിനെ ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നമ്മുടെ ഈ പൂവത്തിക്കൽ മഹല്ല്, എടക്കരയുടെ പൂവത്തിക്കൽ മഹല്ല് സർവ്വ മഹല്ലുകൾക്കും മാതൃകയാകത്തക്ക വിധം ഒരു നല്ല മാതൃകാ മഹല്ലായി അള്ളാഹു ഉയർത്തിത്തരട്ടെ. നമ്മുടെ മസ്ജിദ് വളരെ വൈകാതെ അതിന്റെ പണികൾ പൂർത്തിയാക്കണം. 1.5 കോടിയോളം ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അത് സാധ്യമാകും. ഇനി 1.5 കോടി വേണം. അപ്പോ ഇൻഷാ അള്ളാഹ് അതിനൊക്കെ സാധ്യമായ സഹായങ്ങൾ അവനെ കൂടെ കഴിയുന്നവർ കൊടുക്കാതിരിക്കരുത്. സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, 1 ദിർഹമിന് 1000 ദിർഹമിനേക്കാൾ അള്ളാഹ് കൂലി കൊടുത്തു എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ, ആ 1 കൊടുത്തത് 2-ൽ നിന്ന് 1 കൊടുത്തത്. മിസ്കിന്മാർ കൊടുക്കുന്നതിന് ഭയങ്കര കൂലിയാകാരം. 1000 കൊടുത്തത്, ലക്ഷങ്ങളുള്ള ആളാണ് 1000 കൊടുത്തത്. ആളെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആളാ, പക്ഷെ 1000 കൊടുത്തിട്ടുള്ളൂ. ആ 1000-ത്തിനേക്കാളും ഈ 1-ന് കൂലി ഉണ്ടാവുന്ന. അതുകൊണ്ട് അവനവന്റെ കഴിവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തെ സഹായിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ വീട് ആ നാട്ടിലെ പള്ളികളും ആ നാട്ടിലെ ജുമുഅത്ത് പള്ളികളും ഒക്കെ ആയിരുന്നു, അല്ലേ? അതൊക്കെ അരണയും 4 അണയും ശമ്പളം വാങ്ങുന്ന കാലത്താണ് ജുമുഅത്ത് പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. ഇന്ന് പള്ളി എന്ന് പറയുമ്പോൾ അറബികൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, നാട്ടിൽ നടന്നാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഒരു വെളിച്ചമാവാൻ, ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച പോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരു ഖസർ, ഒരു പാലസ് അള്ളാഹു കെട്ടിത്തരുന്ന അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നേരത്തെ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നൊരു ചരിത്രം പറയുന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. മാഷിത്ത ബീവിൻ്റെയും അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന അസ്മാ ബീവിൻ്റെയും പിന്നെ അങ്ങനെ 1, 2, 3 ബീവിമാരുടെ ചരിത്രങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിന്നത്. പക്ഷേ വിഷയം വേറെ അങ്ങോട്ടൊക്കെയാണ് എത്തിയത്. അതുകൊണ്ട് സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇനി മറ്റന്നാളൊക്കെ എവിടെയൊക്കെ വേറുണ്ട്, അവിടെ പറയാം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി നമ്മുടെ അവസാന സമാപന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അത് ഉസ്താദുമാർ വിവരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത് വരിക. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹല്ല സംഗമത്തിൻ്റെ സമാപനമാണ്. ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ മഹല്ലത്തിലുള്ളവർ, ഇതര മഹല്ലകളിൽ നിന്നുള്ളവർ, വിദേശത്തിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം.